to describe the top 10 mistakes that most of the PTE exam test takers make. These are the 10 areas where most of the students commit a mistake and then they get lost and they are nowhere and they lose their precious marks. The rest is on the guidance part and how you have practiced well or not. But ഈ ഒരു 10 കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്കോർ നമുക്ക് എടുക്കാൻ പറ്റും. Let us understand what are the mistakes and how to sort it out. Like first one is, നമുക്ക് നോക്കാം. First one ഇവിടെ നോക്കുന്നു, not clicking the next button immediately after speaking. പലപ്പോഴും സ്റ്റുഡൻസ് എന്താ ചെയ്യുക, നെക്സ്റ്റ് ബട്ടൺ ഞെക്കാൻ പ്രസ് ചെയ്യാൻ മറന്നു പോകും. ഈ പ്രസ് ചെയ്യാൻ മറന്നു പോകുമെന്നുണ്ടാവും. This first of all, your voice is captured through a noise cancellation equipment, that is the headphone, and when you are silent it captures the surrounding sound and you may lose your precious marks and it affects the fluency as well. So next button നിങ്ങൾ എപ്പോൾ നിങ്ങളുടെ സ്പീക്കിംഗ് തീരുന്നു അതോടൻ തന്നെ നിങ്ങൾ നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തിരിക്കണം. ഇനി രണ്ടാമത്തെ പോയിൻ്റാണ് റീഡിങ് ത്രൂ ഓൾ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ. നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം, മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അറിയാം അടുത്തത് എന്താണ് ഇതെല്ലാം അറിയാം. മേ ബി ഫോർ ദ ഫസ്റ്റ് ടൈമേഴ്സ് ഇപ്പോഴത്തെ പുതിയ ഒരു ഇത് കാരണം പുതിയ സെക്ഷൻസ് വന്നിട്ടുണ്ട്, റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ, ഗ്രൂപ്പ് ഡിസ്കഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എവിടെയാണ് കൃത്യമായ ഒരു സ്ലോട്ട് വന്നേക്കുന്നത് അറിയാത്ത കാരണം ചിലപ്പോൾ മിസ്റ്റേക്സ് വരാം. ബട്ട് സ്റ്റിൽ യു ആർ മച്ച് അവെയർ ദാറ്റ് ദർ ആർ 2 സെക്ഷൻസ് ദാറ്റ് ആർ കമ്മിങ് അപ്പ്. അപ്പോൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രസ് ചെയ്ത് അടുത്ത നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് അറ്റംപ്റ്റ് ചെയ്യാതെ തന്നെ ഫോക്കസ് നമ്മുടെ പ്രൈം സെക്ഷൻസിലേക്ക് കൊടുക്കണം. അല്ലാതെ റൂൾസും ഗൈഡ് ലൈൻസും വായിച്ച് നിങ്ങളുടെ സമയം ചിലവഴിക്കരുത്. തേർഡാണ് നമുക്ക് റിപ്പീറ്റ് സെൻറ്റൻസിൽ ക്ലോസിങ് യുവർ ഐസ് ആൻഡ് റിപ്പീറ്റിംഗ്. പലപ്പോഴും സ്റ്റുഡൻസ് മനസ്സിലാക്കേണ്ടത് ദർ ഇസ് എ ടൈമർ സെറ്റ്, അല്ലേ, ടൈമർ ഉണ്ട്. അപ്പോൾ യു ഹാവ് എ സ്റ്റിപ്പുലേറ്റഡ് ടൈം ടു റിപ്പീറ്റ് ദ സെൻറ്റൻസ്. അപ്പോൾ റെക്കോർഡിംഗ് സ്റ്റാർട്ട്സ് എന്ന് പറയുമ്പോൾ തന്നെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അതിന് മുന്നേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വേർഡ്സ് രജിസ്റ്റർ ആവില്ല. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് ലാഗ് ആയി കഴിഞ്ഞാൽ ഫ്ലുവൻസിനെ ബാധിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കണ്ണടച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെന്ന് വയ്ക്കാം. ആ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടൈമർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇറ്റ് മേ ബി ബിഫോർ ആൻഡ് ആഫ്റ്റർ. സോ ഇറ്റ് ഈസ് നോട്ട് ഡോട്ട് ഓൺ ദ ടൈം, then it's a problem. So you have to make sure that wherever you are putting it should be on the right thing. Okay, ഇനി അടുത്ത ഓപ്ഷനാണ്, നമുക്ക് നോക്കാം. അടുത്ത ഓപ്ഷൻ, summarize written text. Trying to write your content instead of the text. പലപ്പോഴും സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റിൽ എന്താണ്, നമുക്ക് ആ ടെക്സ്റ്റ് തന്നെ അവിടുന്ന് കൃത്യമായിട്ടുള്ള സ്ട്രക്ചറിൽ ഇട്ടാൽ മതി, അത് മാത്രം ചെയ്താൽ മതി. അല്ലാതെ നമ്മുടെ കോണ്ടൻറ്റ് പുട്ടപ്പ് ചെയ്ത് നമ്മുടെ രീതിയിൽ ഒരു പുതിയ സമ്മറൈസേഷൻ കണ്ടെത്തേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് ഷുഡ് നോട്ട് ബി യുവർ ഫോക്കസ്. ഇതൊക്കെ നമ്മൾ അധികം സമയം ചിലവഴിച്ച് നമ്മൾ റിസർച്ച് വർക്ക് ചെയ്ത് കണ്ടെത്തേണ്ട ആവശ്യമില്ല. സോ വാട്ട് എവർ ഇസ് ദെയർ ഇൻ ദ പാരഗ്രാഫ് പുട്ട് ഇറ്റ് അപ്പ്. സോ ദെൻ യു ആർ നോട്ട് ലൂസിങ് യുവർ പ്രഷ്യസ് മാർക്ക്. ഇപ്പോൾ സ്റ്റുഡൻസ് ചെയ്യേണ്ടത് spend more time on the important sections, spend more time on the fill in the blanks, spend more time on write from dictation, so that you are able to get good marks. അപ്പോൾ ഇതൊക്കെ വേണം, സ്കോർ ഉണ്ട്. ബട്ട് ഇവിടെ നിങ്ങളുടേതായ രീതിയിൽ എന്താ പറയുക, വേർഡ്സ് ഇൻസേർട്ട് ചെയ്താൽ സ്കോറിൽ വലിയ മാറ്റങ്ങൾ വരുന്നില്ല. യു ആർ ലൂസിങ് യുവർ പ്രഷ്യസ് ടൈം. സോ വർക്ക് ഓൺ ഇറ്റ്. ഓക്കെ, നൗ ഇനി അടുത്തതാണ് ഡിസ്ക്രൈബ് ഇമേജ്. ഫോക്കസിങ് ടു മച്ച് ഓൺ കീവേഡ്സ്, അത് ആണ് ഫോക്കസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്ലുവൻസി ലോസ്റ്റ് ആവും. ഡിസ്ക്രൈബ് ഇമേജിൽ ഒരു പിക്ചർ കാണുന്നു, സേ ഫോർ എക്സാമ്പിൾ ഇമേജ് വേർ ദർ ഇസ് എ ബീച്ച്. അപ്പോൾ എന്താണ്, സാൻഡ്, ബീച്ച്, സൺസെറ്റ്, ചിലപ്പോൾ ആൾക്കാരുണ്ടാവും, അതൊക്കെ നമ്മൾ കീവേഡ്സ് ഇടുന്നത്. അപ്പോൾ യു ആർ ടു എൻഗ്രോസ്ഡ് ഇൻ ദ കീവേഡ്സ് ആൻഡ് ദെൻ യു ലൂസ് യുവർ ഫോക്കസ് ഓൺ ഫ്ലുവൻസി എന്നൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുക, യു ആർ ലൂസിങ് യുവർ പ്രഷ്യസ് മാർക്സ്. സോ നോട്ട് ഫോക്കസിങ് ടു മച്ച് ഓൺ കീവേഡ്സ് ബട്ട് ഫോക്കസിങ് ഓൺ ഫ്ലുവൻസി ഷുഡ് ബി യുവർ പ്രയോറിറ്റി. നൗ നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ്, നമ്മൾ നോക്കാം, ജസ്റ്റ് മെമ്മറൈസിങ് ദ ടെംപ്ലേറ്റ് വിൽ നോട്ട് വർക്ക്. മെമ്മറൈസ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് സ്കോർ കിട്ടണമെന്നില്ല. സോ യുവർ ഫോക്കസ് ഷുഡ് ബി റൈറ്റ് ദെയർ. ഞാൻ പറയുന്നു, ടെംപ്ലേറ്റ് നിങ്ങൾ അധികം ഫോക്കസ് ചെയ്യുക. ടെംപ്ലേറ്റ് കുറേ കാണാപ്പാടാക്കി നിങ്ങൾ സമയം ചിലവഴിച്ചാൽ യു ആർ ഗോയിങ് ടു ലൂസ് യുവർ ടൈം വൈൽ പ്രിപ്പയറിങ് ഫോർ ദ എക്സാം. അപ്പോൾ ആൻഡ് ദാറ്റ് ടു ഇപ്പോഴത്തെ പിയേഴ്സിൻ്റെ പല മാറ്റങ്ങൾ കാരണം
നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ജെനുവിൻ ഐഡിയാസിലേക്കാണ്, ഒറിജിനൽ കോണ്ടന്റിലേക്കാണ്, നോട്ട് ഓൺ പ്ലഗറിസം, നോട്ട് ഓൺ കോപ്പിങ് ദ കണ്ടന്റ് ഫ്രം അതർ തിങ്സ്, ബട്ട് ഫോക്കസിങ് ഓൺ the main content, not on template. Try to create your own template and don't pass it on, but focus on that. Okay, now next നോക്കാം നമുക്ക് യൂസിങ് വൺ വേർഡ് ടെംപ്ലേറ്റ്. പലപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ, സേ ഫോർ എക്സാമ്പിൾ ദ എസ്സേ ടോപ്പിക് ഇസ് AI മേക്കിംഗ് giant adventure and creating lot of changes in the tech world. അതാണ് ഇപ്പോൾ ഈ ടോപ്പിക്കിൽ നിങ്ങൾ എന്ത് ചെയ്തു, AI-യും ടെക് വേൾഡും വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങൾ ആ ടെംപ്ലേറ്റിൽ ഇത് കോപ്പി ചെയ്യുന്നു, അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് മാത്രം പറയുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് ഓൺ ദ റൈറ്റ് ട്രാക്ക്. പുട്ട് സം ഒറിജിനൽ കോണ്ടന്റ്, നോട്ട് ഓൺ ജസ്റ്റ് ടെംപ്ലേറ്റ്സ്. ഇത് വർക്ക് ആവണമെങ്കിൽ ഫോക്കസ് ഓൺ ദിസ്, ബിക്കോസ് നൗ ദ ടെംപ്ലേറ്റ്സ് ഹാവ് സ്റ്റാർട്ടഡ് ലൈക്ക് scrapping out, so better you use your original content, don't focus on plagiarism. Okay, now next. അപ്പോൾ സിംഗിൾ ആൻസർ ആൻഡ് MCQs ഇതിൽ സമയം ചിലവഴിക്കരുത് കേട്ടോ. മൾട്ടിപ്പിൾ ചോയ്സും സിംഗിൾ ആൻസറിൽ നിങ്ങൾ സമയം ചിലവഴിച്ച് നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന സ്കോറിലേക്ക് എത്താൻ പറ്റില്ല. നിങ്ങളുടെ ഫോക്കസ് ഷുഡ് ബി ഓൺ ദ പ്രൈം ടോപ്പിക്സ്, നോട്ട് ഓൺ അതർ തിങ്സ്. നിങ്ങൾ ഫോക്കസ് മറ്റ് കാര്യങ്ങളിൽ നിന്ന് മാറ്റി ഇതിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി യു മേ ഗെറ്റ് ദിസ് മാർക്സ്, ബട്ട് വാട്ട് അബൌട്ട് ദ 90%, 95% മാർക്സ്? അതാണല്ലോ നമ്മുടെ ഫോക്കസ് വരേണ്ടത്. അപ്പോൾ ഇതിലേക്ക് സമയം ചിലവഴിച്ച് നിങ്ങളുടെ പ്രഷ്യസ് ടൈം ആൻഡ് പ്രിപ്പറേഷൻ കളയരുത്, ഫോക്കസ് കളയരുത്. ഓക്കെ, ആൻഡ് എക്സാം ടൈമിലും തന്നെ ഇത് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, നൗ നെക്സ്റ്റ്. നൗ ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ്. നമ്മൾ ഐക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഡബിൾ ക്ലിക്ക് വേണം, ഫോൾഡർ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഡബിൾ ക്ലിക്ക് വേണം. ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡിൽ അതല്ല വേണ്ടത്. സെലക്ഷൻ ഒരു ക്ലിക്കും, ഡീസെലക്ട് ചെയ്യാൻ ഡബിൾ ക്ലിക്കും. അപ്പോൾ നിങ്ങൾ ഡബിൾ ക്ലിക്കാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ ഡീസെലക്ഷൻ വരും. അപ്പോൾ വേർഡ്സ് എന്തുണ്ടാവും, നിങ്ങൾ അൾട്ടിമേറ്റ്ലി ആ വേർഡ്സ് ലിസണിങ് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി യു വിൽ ഫൈൻഡ് ദർ ആർ ലോട്ട് ഓഫ് ഡീസെലക്ഷൻ. നിങ്ങൾ ഉദ്ദേശിച്ച സെലക്ഷൻ ഒന്നും കിട്ടില്ല, പിന്നെ ടൈം ഔട്ട് ആവും, പിന്നെ നിങ്ങളുടെ സമയം നിങ്ങൾ വെറുതെ കളയും. അപ്പോൾ ആ സമയം നമ്മുടെ ഒരു ഫോക്കസ് ലെവൽ എപ്പോഴും അതിൽ തന്നെ ഉണ്ടാവണം. ഇത് കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ്. ഓക്കെ, നൗ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ, ഡോണ്ട് മെമ്മറൈസ് ബട്ട് വിഷ്വലൈസ്. എപ്പോഴും മെമ്മറൈസ് ചെയ്ത് നിങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ മനസ്സിലാവണമെന്നില്ല. ഇറ്റ് ഇസ് നോട്ട് ഓൺ ദ എബിലിറ്റി ഓഫ് ഹൗ മച്ച് യു മെമ്മറൈസ്. നിങ്ങളുടെ ഒരു IQ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല, ഇറ്റ് ഇസ് ഓൺ യുവർ ഫ്ലുവൻസി ആസ്പെക്ട്, ഹൗ മച്ച് യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഈ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ് വരാം? മെമ്മറൈസിങ് കൊണ്ടല്ല. ഹൗ മച്ച് യു അണ്ടർസ്റ്റാൻഡ്, വെൻ യു പുട്ട് അപ്പ് ഇറ്റ് മാച്ചസ് ആൻഡ് യു ഗെറ്റ് ദ ബെസ്റ്റ് സ്കോർ. സോ try, instead of memorizing, try to visualize and understand the words, and then you put up in the right structure, you get the score. This is how it works. PTയിൽ വെറുതെ നിങ്ങൾ അനാവശ്യമായ ഫോക്കസുകൾ കൊണ്ടുവരാതെ focus on the prime things and you will get the good score. Meet you in the next video. Subscribe for more such videos. Thank you. God bless.